ഭക്തരുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും പോലും രാഷ്ട്രീയം കാണുന്ന വിഡ്ഢിക്കോമരങ്ങളാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചെത്തല്ലൂർ, തച്ചനാട്ടുകര എന്നിവിടങ്ങളിൽ നടന്ന കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ കുടുംബക്കാർക്ക് നേരെ അപ്പോഴും അവർ നോക്കുന്നത് സ്വർണ്ണമരച്ച് ചെമ്പെടുക്കാൻ പറ്റുമെന്നാണ്. അവർ സ്വർണം കാച്ചി ചെമ്പാക്കുന്നവരാണ്. ഒരാളുടെ വീട്ടിൽ നിന്ന് നേർച്ച ഒരു തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ള ഭക്തൻ ഒരു തേങ്ങ കൊടുക്കും. 10 തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ളവൻ 10 തേങ്ങ കൊടുക്കും. 100 കൊടുക്കുന്നത്, 1000 കൊടുക്കുന്നതും 10,000 കൊടുക്കുന്നതും കെൽപ്പനുസരിച്ചാണ്, ത്രാണി അനുസരിച്ചാണ്. അതിനാരെങ്കിലും ചുരണ്ടി നോക്കാൻ പറ്റും? ഇനി ഇതിലും വലിയ ത്രാണിയുള്ള ആള് സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും. അതാ ഭക്തന്റെ ആചാരത്തിന്റെ മര്യാദയാണ്. ആ ആചാരത്തോട് മാത്രം ചേർത്ത് നിർത്തിയാൽ മതി. അതിനകത്ത് രാഷ്ട്രീയം കണ്ട് വിഡ്ഢി കോമരങ്ങളാണ് കേരളത്തിലെ 2 രാഷ്ട്രീയ കക്ഷികൾ. സംവാദത്തിൽ സാഹിത്യകാരനായ KG ചെത്തല്ലൂരിന്റെ ഓർമ്മയ്ക്കായി ചെത്തല്ലൂരിൽ ഒരു സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു. സാഹിത്യകാരന്മാരുടെയും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രജകൾ വോട്ട് ചെയ്യാനുള്ള മെഷീനായി പ്രവർത്തിക്കരുത്. ആരുടെയും നേരെ വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാം, പക്ഷേ മുഷ്ടി ചുരുട്ടിയായിരിക്കരുത്. പാലക്കാടൻ നെല്ലറിയിൽ നിരവധി കർഷകരുടെ കണ്ണീര് വീണിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ആവശ്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശബരിമലയ്ക്ക് എതിരെ മാത്രമല്ല സമരം ചെയ്യേണ്ടതെന്നും ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങൾ കയ്യേറുക ചെയ്താൽ അവിടെയും പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. നിലമ്പൂരിലെ റെയിൽവേ സംവിധാനത്തെ മികച്ചതാക്കാനുള്ള ആവശ്യങ്ങളും പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് താലൂക്കിലെ സമൃദ്ധമായ ജലസമൃദ്ധിയുള്ള ചെത്തല്ലൂർ മുറിയൻകണ്ണി പുഴ നാശത്തിന്റെ വക്കിലാണ്. ഇത് സംരക്ഷിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവശ്യമാണെന്നും ജനങ്ങൾ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഭീഷണിയായ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ അടിയന്തര പരിഹാരം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു. ഷെൽട്ടർ സംവിധാനം നടപ്പാക്കാൻ മാത്രമേ കഴിയൂ എന്ന് ഇതിന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു.